അത്യാധുനിക സംവിധാനങ്ങൾ, ഏറ്റവും മികച്ച രീതിയിലുള്ള മിസൈലുകൾ ഭൂഗർഭ അറകളിൽ നിന്നും ഇറാൻ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. 4000 കിലോമീറ്ററിലേറെ ദൂരപരിധിയുള്ള റേഞ്ചുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയാണ്. ഇറാൻ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വിപ്ലവം വ്യോമപാതയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പെന്റഗൺ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഇസ്രയേലിന്റെ മൊസാദിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു. അമേരിക്കൻ ഇന്റലിജൻസ് വിങ്ങിനെ വലിയ രീതിയിലുള്ള കണക്കുകൾ പിഴച്ചിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് അവർ ഏറ്റുപറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം IRGC ഏതൊക്കെ രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ കൂടുതൽ അവരെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുക, അതെല്ലാം ചെയ്തു വയ്ക്കുന്നുണ്ട്. ഇറാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് റഷ്യ തന്നെയാണെങ്കിൽ പോലും ഇറാൻ സ്വതസിദ്ധമായി ആർജിച്ചെടുത്ത ഒരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. മറ്റു രാജ്യങ്ങളെ അധികം ആശ്രയിക്കാതെ തന്നെ ഇറാൻ എടുത്തുവരുന്ന ഒരു ശക്തമായിട്ടുള്ള നടപടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തകരുകയാണെങ്കിൽ, തകിടം മറിയുകയാണെങ്കിൽ അവരാൽ ലോകരാജ്യങ്ങൾക്ക് എന്തെല്ലാം നാശനഷ്ടം വിതയ്ക്കാം, അതാണ് അവർ കൃത്യമായി റിസർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പാചകവാതക ദൗർലഭ്യം നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇറാൻ വിചാരിച്ചാൽ ഊർജ്ജ മേഖലയിൽ പല സമ്മർദ്ദ തന്ത്രങ്ങളും അവർക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയം തന്നെയാണ്. ഫോർമൂസ് കടലിടുക്കിൽ 4000-ഓളം കപ്പലുകളെ കടത്തിവിടാതെ അവരവിടെ കൃത്യമായി ടോൾ പിരിവ് വരെ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇറാൻ ഇനി അങ്ങനെ പണം സമ്പാദിച്ചാൽ പോലും അതിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇറാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുൻപിൽ അമേരിക്ക മെരുങ്ങുകയോ അതല്ലെങ്കിൽ അമേരിക്ക ഉപാധികൾ അംഗീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം ഇറാൻ ഈ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഭരണകൂടം വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്കൊരു ഭരണമാറ്റമാണ് ഇറാനിൽ ആവശ്യമെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, അത് നടത്താൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലിലും ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ പഴിക്കുകയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് വൈകാതെ കാണേണ്ടി വരും. അതാണ് ഇറാനിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആർക്കാണ് പണി കിട്ടിയത്? ഡൊണാൾഡ് ട്രംപും ട്രംപിൻ്റെ കിങ്കരന്മാരും ആകെ പേടിച്ച് ബംഗറിലും മറ്റും ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ്.